ഇവിടെ ഒരു സ്കൂളിലെ പെൺകുട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളെ പിടിക്കാതെ മനഃപൂർവ്വം അവളെ താഴേക്ക് വീഴ്ത്തി. താഴേക്ക് വീണ ആ പെൺകുട്ടിയുടെ തല ഒരിടത്തായി പോയിടിച്ച് അവളുടെ ബോധം നഷ്ടമായി. അതിനുശേഷം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് 20 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണു തുറന്നത്. കാരണം അവൾ 20 വർഷത്തോളം കോമയിലായിരുന്നു. എന്നാൽ അവളുടെ വിചാരം അവൾ ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നായിരുന്നു. അപ്പോഴാണ് അവൾ അടുത്തുള്ള ഒരു കണ്ണാടിയിലായി തന്റെ പ്രതിരൂപത്തെ കണ്ടത്. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയതും ഇത് മറ്റാരാണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ഒന്നുകൂടെ നോക്കിയപ്പോൾ അത് താനാണെന്ന് മനസ്സിലായതും വീണ്ടും അവൾ ബോധം കെട്ടു വീണു. കുറച്ച് സമയത്തിന് ശേഷം അവൾക്ക് ബോധം വന്നതും അവളുടെ പാരന്റ്സ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ ചുറ്റുപാടിൽ നോക്കിയപ്പോൾ ബിൽഡിംഗ്സിനെല്ലാം ഒരുപാട് മാറ്റം വന്നതായി അവൾക്ക് മനസ്സിലായി. സെൽഫോൺ പോലും അവൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ വീട്ടിലെത്തിയ അവൾക്ക് അവളുടെ ഫ്രണ്ട് 20 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാനായി അവളുടെ പഴയകാല ഫോട്ടോസ് ഒക്കെ വെച്ച് ഒരു ആൽബം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് അവൾക്ക് കാലങ്ങളെല്ലാം ഓർമ്മ വന്നു. അവളുടെ കൂടെ പഠിച്ചവരെല്ലാം വലിയ നിലയിലായെന്ന് കണ്ടതും അവൾക്ക് പഠിക്കാൻ മോഹം തോന്നി. വീണ്ടും അവൾ പഠിക്കാനായി സ്കൂളിലേക്ക് ചെന്നു. നോക്കുമ്പോൾ അവളുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആയിരുന്നു ആ സ്കൂളിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഒക്കെ. എത്രയൊക്കെ ടൈം എടുത്താലും അവൾ അവളുടെ ഗ്രാജുവേഷൻ നേടിയെടുക്കുക തന്നെ ചെയ്തു.